ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മൾ എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിച്ച് ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, നമുക്കിന്ന് രണ്ട് പേര് വെച്ചിട്ടുണ്ട് ഗൈഡൻസ് മെസ്സേജിന്. ഏഞ്ചൽ ആൻസേഴ്സ് നിന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓക്കെ നടക്കുമോ എന്ന് നോക്കാം. ആക്ച്വലി ടൈമിംഗ് ഒരാക്കിൾ കൂടി ഞാൻ എടുക്കാം. എപ്പോൾ നടക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സമയം കിട്ടുമെന്ന് നോക്കാം. സമയത്തിനെ കുറിച്ചുകൂടി അടുത്ത് റെഡിയാക്കി വെക്കട്ടെ നല്ല. ഓക്കെ, ഈ ഡെക്ക് യൂസ് ചെയ്യാൻ ജസ്റ്റ്. ഓക്കെ, ആൻഡ് ഏഞ്ചൽ ആൻസേഴ്സും നമ്മുടെ ടാരോന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമോ, എപ്പം നടക്കും, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് യൂണിവേഴ്സിന്. ഓക്കെ, ഫസ്റ്റ് പൈൽ റെഡ്, ഫസ്റ്റ് പൈൽ പിങ്ക് റോസ് ആണ്. നമ്മുടെ റോസ് എന്ന് പറയാൻ വന്നതാണ്, അതിന് റെഡ് എന്ന് പറഞ്ഞാൽ അറിയാതെ. ഓക്കെ, ഫസ്റ്റ് പൈൽ റോസ്, നമ്മുടെ റോസ് കോട്സ് റോസ്. സെക്കൻഡ് പൈൽ ലോട്ടസ്, ക്ലിയർ കോട്സ്, ക്ലിയർ. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ളത് ലോട്ടസ്, താമര. റോസും ഉണ്ട്, താമരയുണ്ട്. ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പൈലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ ഏഞ്ചൽ ആൻസേഴ്സ് നിന്ന് നോക്കാം. നിങ്ങൾക്ക് ഒരു എന്താണ് ഏഞ്ചൽ ആൻസേഴ്സ് എന്താ പറയുന്നത് നോക്കട്ടെ. നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച്, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, അതിനെക്കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഒരു പോസിറ്റീവായ ആൻസർ ആണോ, എന്താണ്? ഓക്കെ, ലെറ്റ്സ് സീ. ഇൻ ദ നിയർ ഫ്യൂച്ചർ ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. ഒന്നും കൂടി എടുത്തേക്കാം. യെസ്, വാവ്, awesome. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരു യെസ് ആൻസർ യൂണിവേഴ്സ് തന്നു കഴിഞ്ഞു, ഏഞ്ചൽസ് തന്നു കഴിഞ്ഞു. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. ആൻഡ് അതും വളരെ നിയർ ഫ്യൂച്ചറിൽ നടക്കും എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇതിൽ കിട്ടിക്കഴിഞ്ഞാലും നോക്കാം. എത്രയും വേഗം നടക്കും എന്നാണ് പറയുന്നത്. ഈ വരുന്ന ഏറ്റവും അടുത്ത, അധികം സമയം വേണ്ട എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങൾ ഇൻറ്റ്യൂഷൻ കേൾക്കുക. നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് നടക്കുമോ ഇല്ലേ എന്ന് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കേൾക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയും. ഓക്കെ, പോസിറ്റീവ് സയൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം, യൂണിവേഴ്സൽ എന്ന സയൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയും യെസ് ഇത് നടക്കുമെന്ന്. നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം, നമ്മൾ പറയില്ലേ, ആ വിശ്വാസം, അതിനെ ട്രസ്റ്റ് ചെയ്യുക നിങ്ങൾ. ഓക്കെ, കുറച്ച് കാർഡ്സ് നമുക്ക് ടാരോന്ന് എടുക്കാം. ഈ സിറ്റുവേഷനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തായാലും നടക്കുമെന്നാണ്. പക്ഷെ നിങ്ങൾ വിശ്വാസം വെക്കണം, നിങ്ങൾ ട്രസ്റ്റ് വെക്കണം. സോൾമേറ്റ് കാർഡ് 2 of Cups ആണ്. ഓക്കെ, 7 of Cups, Knight of Pentacles, 8 of Cups, 5 of Pentacles. ഓക്കെ, Sun. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ് കൂടുതലും കേട്ടോ. എനിക്ക് അത് കൂടുതലും ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തകർച്ച വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിവിടെ ഞാനിന്ന് ജനറൽ ആയിട്ടാണ് എടുക്കുന്നത്. സോ എന്തും വരാം. സോ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ റോസ് കോട്സും ആണ്. സോ മേ ബി ലവിനെ കുറിച്ച് തന്നെ ആയിരിക്കാം നിങ്ങൾ ചിന്തിച്ചത്. ഒരു തകർച്ച വന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു എൻഡിങ് വന്നിട്ടുണ്ട്, ഒരു വാക്കിംഗ് അവേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പോ അല്ലെങ്കിൽ എൻഡിങ്ങോ വന്നിട്ടുണ്ട്. അത് ഒരു തേർഡ് പാർട്ടി മൂലമാണ് എന്നും കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് എന്നും കാണുന്നുണ്ട്. ഡീറ്റെയിലേക്ക് പോകുന്നില്ല നമ്മൾ. പക്ഷേ ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്ന രീതിക്കാണ് കാണുന്നത്. അതിൽ പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്നത്, ഇവിടെ ഒരു ഫ്യൂച്ചറിലേക്ക് സൺ കാർഡാണ്. ആൻഡ് നമുക്ക് ഇവിടെ ഒരു യെസ് ഓൾറെഡി വന്നിരുന്നു. നിങ്ങൾ തിരിച്ചു വരുമോ നിങ്ങളുടെ പേഴ്സൺ എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ് വരും, തിരിച്ചു വരും. അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, സോൾമേറ്റ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം, സോൾമേറ്റ് കണക്ഷൻ ആയിരിക്കാം. 7 of Cups എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് തേർഡ് പാർട്ടി എന്ന് നമുക്ക് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലവർക്ക് പാരൻസ് ആയിരിക്കാം, പാരൻസ് സമ്മതിച്ചില്ല എന്നും ആവാം കേട്ടോ, അങ്ങനെയാവാം ചിലവർക്ക്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളെ വിട്ടു പോയത് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ തിരിച്ച് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നാണ്. ഓക്കെ, അവർ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങളുടെ അടുത്തൊരു സോറി പറയാൻ വരുന്നു, നിങ്ങളുടെ അടുത്തൊരു മാപ്പ് പറയാൻ വരുന്നു, നിങ്ങളുമായിട്ട് മുന്നോട്ട് റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ വരുന്നു എന്നാണ്. ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ദാറ്റ് അവരെന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ച് വരും, എന്തെങ്കിലും സാഹചര്യം കൊണ്ടാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, യൂണിവേഴ്സ് സയൻസ് തരുന്നുണ്ടാവും, നിങ്ങളുടെ സോൾമേറ്റ് തന്നെയാണ് ഇത് എന്ന് സയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. 2 to 2 ആക്ച്വലി ഒരുപാട് കാണുന്നുണ്ടാവും. കാരണം 2 എന്ന് പറയുമ്പോൾ നമ്മൾ സോൾമേറ്റിൻ്റെ കണക്ഷനാണ്, 2 എന്ന് പറയുമ്പോൾ യൂണിയൻ്റെ സയൻസ് ആണ്. സോ നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു പോസിറ്റീവ്നെസ് ഇവിടെ വരുന്നുണ്ട്. വീണ്ടും ഒരു
ഹാപ്പിനെസ് ഇവിടെ വരുന്നുണ്ട്, സന്തോഷങ്ങൾ ഇവിടെ വരുന്നുണ്ട് എന്നാണ്. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഒരു അപ്പോളജി ആയിട്ട് വരും, ഒരു സോറി പറയാൻ വരും, നിങ്ങളുമായിട്ടൊരു മാപ്പ് പറയാൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ നിങ്ങളുടെ പേഴ്സൺ വരും എന്നാണ്. നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും എന്തായാലും. ഓക്കെ, അവർ വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന രീതിക്കാണ്. എൻ്റെ ഇവിടെ യെസ് ഓൾറെഡി യൂണിവേഴ്സ് നമുക്ക് തന്നു കഴിഞ്ഞു. സോ അതിനെ ട്രസ്റ്റ് ചെയ്യാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക, ഡൗട്ട് ചെയ്യേണ്ട. നിങ്ങൾ സിറ്റുവേഷൻ യെസ് വേറെ എന്തോ ഉണ്ട്, അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ മേലെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ടൈമിംഗ് ഒരിക്കൽ കൂടെ എടുക്കാം. ഇവിടെ നിയർ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു എന്നാലും ഓക്കെ, എപ്പോഴേക്ക് തിരിച്ചു വരും എന്ന് നോക്കാം. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എപ്പം നടക്കും. റൊമാൻറ്റിക് സിറ്റുവേഷൻ ആയിരിക്കാം ഇവിടെ കൂടുതൽ പേരും ചോദിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. യു വിൽ സ്റ്റാർട്ട് ഓൾ ഓവർ അഗൈൻ. 10 days 10 weeks മതി ആക്ച്വലി. ഇത് മതി ആക്ച്വലി, കറക്റ്റ് ആണിത്. കാരണം നിയർ ഫ്യൂച്ചർ ആണ് നമുക്ക് ഓൾറെഡി കണ്ടത്. അപ്പോൾ 10 days to 10 weeks കാണുന്നുണ്ട്. 10 weeks ഒന്നും എനിക്ക് തോന്നുന്നില്ല, 10 days ആണ് എനിക്ക് മാക്സിമം ഫീൽ ചെയ്യുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ഓവർ ചെയ്യുമെന്നാണ് പറയുന്നത്, ആദ്യം റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് എൻ്റെ ആയ ഒരു സിറ്റുവേഷൻ, ടവർ മൊമെന്റ് വന്നു, നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി എല്ലാം ഉണ്ടെങ്കിലും അവർ തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിൽ ഒരു റീസ്റ്റാർട്ട് എന്ന് നമുക്ക് പറയാം. അത് ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ചിലവർക്ക് 10 ആഴ്ച വീക്സ് എന്ന് പറയുന്നുണ്ട്. 10 ആഴ്ച എന്ന് പറയുമ്പോൾ ഒരു 2-3 മാസം അല്ലേ, 3 മാസം പ്ലസ് 3 മാസം എന്ന് പിടിക്കാം നമുക്ക്. അല്ല 4 to 8 ഓക്കെ, ഒരു 3 മാസം വേണ്ട, ഒരു 2 മാസം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഇവിടെ നമ്മളുടെ കയ്യിൽ ചില സമയത്ത് സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങൾ മൈൻഡ് വെച്ചാൽ, ട്രസ്റ്റ് ചെയ്താൽ എത്രയും വേഗം ഈ യൂണിയൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് 10 ആണ് ഇവിടെ. സോ 10 ആണ്. സോ 10 എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എൻഡിങ് എന്ന രീതിക്ക് പറയും, പക്ഷേ എൻഡായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് എന്ന് നമുക്ക് പറയാം. ആൻഡ് ഒരു സാറ്റർഡേ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ്. ഓൾറെഡി നിങ്ങൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുക സാറ്റർഡേയുമായിട്ട്. നിങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സാറ്റർഡേ ആയിരിക്കാം. 7 നമ്പർ ഉണ്ട്. സോ മേ ബി 7 എന്ന് പറയുമ്പോൾ പക്ഷേ ജൂലൈ, യെസ്. അപ്പോൾ 10 days ഒക്കെ പറയുമ്പോൾ നമുക്ക് ജൂലൈയിലേക്ക് കറക്റ്റ് എത്തും. സോ ജൂലൈ ആയിരിക്കാം നിങ്ങൾക്ക്. ആൻഡ് ഇവിടെ 7th നിങ്ങളുടെ ഏതെങ്കിലും ഡേറ്റ് ബർത്തോ എന്തെങ്കിലും ഉണ്ടാവാം, ബർത്ത് ഡേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാച്ച് ആവാം. സാറ്റർഡേയോ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ഷൻ ഫീൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു സാറ്റർഡേ ആയിരിക്കും നിങ്ങൾ തമ്മിലേക്ക് ഒരു കോൺടാക്ട് വരിക എന്ന് വെച്ചാൽ എല്ലാ സാറ്റർഡേയും അത് പ്രതീക്ഷിക്കുമെന്ന് വേണ്ട. ഓക്കെ, ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സയൻസ് ആയിട്ട്, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷൻസിലെ സയൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആ വിഷൻ നിങ്ങൾ ആ മൈൻഡിൽ വരുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുക, യൂണിയൻ ഉണ്ടാവും, തിരിച്ച് നിങ്ങളുടെ പേഴ്സൺ വരും എന്നാണ് കാണുന്നത്. എന്തായാലും പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുക. ആൻഡ് സൺ കാർഡ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ യെസ്സും വന്നിരുന്നു നമുക്ക്. സോ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ റീയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്തായാലും ഹാപ്പി ആയിട്ട് വെയിറ്റ് ചെയ്യാം, സന്തോഷമായിട്ട് ഇരിക്കാം. ഇതേത് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിലും ഓക്കെ, നിങ്ങൾ എന്തായാലും നിങ്ങൾക്കൊരു യെസ് ആൻസർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്ത് പോയില്ല, റിലേഷൻഷിപ്പാണ് കൂടുതൽ ഫീൽ ചെയ്ത്. ഓക്കെ, നമുക്ക് പൈൽ 2ലേക്ക് പോകാം. പൈൽ 2 നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ നോക്കാം. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ, യെസ് ആണോ നോ ആണോ, അതോ എന്താ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ, എപ്പം നടക്കും എന്നൊക്കെ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ ഈ പൈലുകാർക്ക് എന്താ വരുന്നത് നോക്കാം. ലോട്ടസ് ചൂസ് ചെയ്തവർക്ക്, പൈൽ 2 എടുത്തവർക്ക് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഇഫ് യു ബിലീവ് പീസ്ഫുൾ റെസൊല്യൂഷൻ, നിങ്ങൾക്കും ഒരു യെസ് ഉണ്ട്. വെരി ഗുഡ്. ഇവിടെ 2 പൈലുകാർക്കും യെസ് തന്നെയാണ് വന്നത്. നിങ്ങളുടെ കാര്യത്തിലും ഓക്കെ യെസ് സിറ്റുവേഷൻ യെസ് ഉണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ ബിലീഫ് വളരെയധികം മാറ്റർ ആണ്. എന്ന് വെച്ചാൽ പുറത്തിന് ഇവിടെ ഒരു കോംപ്രമൈസ് വേണം എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കോംപ്രമൈസ് വേണ്ടി വന്നേക്കാം. കാരണം പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് സോൾവ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെറിയ കോംപ്രമൈസിന് തയ്യാറാവേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഇഫ് യു ബിലീവ്, അതായത് നിങ്ങൾക്ക് ബിലീഫ് വേണം ദറ്റ് എല്ലാം ശരിയാവും, ബെറ്റർ ആവും എന്നുള്ളൊരു ബിലീഫ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആവും എന്നാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലില്ല നെഗറ്റീവ് ആണ്, ഇത് നടക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടക്കൂല. ഓക്കെ, പക്ഷെ ഇവിടെ യെസ് തന്നിട്ടുണ്ട്, ഒരു ചോയ്സ് കാണുന്നുണ്ട് ഇവിടെ. മേ ബി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ബെറ്റർ ആക്കാം എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ് എന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് യെസ് പറയുന്നുണ്ട്.
ബട്ട് നിങ്ങളുടെ കയ്യിൽ ഐ തിങ്ക് ഒരു ചോയ്സ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയും തന്നെ അത് രണ്ട് കയ്യിൽ കണ്ടോ, രണ്ട് കൈ. സോ എവിടെയോ നിങ്ങളുടെ കയ്യിലൊരു ചോയ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്കിത് ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ബെറ്റർ ആക്കാം. അല്ല നിങ്ങൾക്കിത് നിങ്ങൾക്ക് തോന്നേണ്ട വേണ്ട ഇത് ശരിയാവില്ല, സിറ്റുവേഷൻ വിട്ട് കളഞ്ഞേക്കാം എന്ന് തോന്നുകയാണെങ്കിൽ യെസ് വിട്ട് കളഞ്ഞേക്കൂ. ഓക്കെ, ഇവിടെ അഗെയിൻ പീസ്ഫുൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ ആരെങ്കിലുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമോ വഴക്കോ കോൺഫ്ലിക്ട്സോ എന്തെങ്കിലും ഉണ്ടാവാം. അതിനെക്കുറിച്ചായിരിക്കാം. അത് വർക്ക് പ്ലേസിലായാലും റിലേഷൻസിലായാലും എന്തിലായാലും എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം നടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് സോൾവ് ആവും. പക്ഷെ അതിന് വേണ്ടി ഒരു ചെറിയൊരു കോംപ്രമൈസ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടി വന്നേക്കാം. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റ്, ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മേ ബി നിങ്ങളൊന്ന് ചെയ്യേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ വിചാരിച്ച് തന്നെ ചിലപ്പോൾ നടക്കില്ല. മേ ബി നിങ്ങളൊരു ലേശം വിട്ടുവീഴ്ച എന്തെങ്കിലും ചെയ്യേണ്ടി വരുമായിരിക്കും. ഓക്കെ, എന്തെങ്കിലും അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരിക്കും. നോക്കാം, നമുക്കതിൽ ടാരോയിൽ എന്താ കിട്ടുന്നത് നോക്കാം. ഹാർട്ട് ബ്രേക്ക്, പിന്നെ പെന്റിക്കിൾസ്, സെലിബ്രേഷൻ, Ace of Cups. ഓക്കെ, ഇത് ഒന്നുമില്ലെങ്കിൽ ചിലവർക്ക് ഫൈനാൻഷ്യലിൻ്റെ കാര്യമായിരിക്കാം, ഫൈനാൻസിൻ്റെ ഇഷ്യൂസ് ആയിരിക്കാം ചിലവർക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്സിൻ്റെ കാര്യവും ആവാം. രണ്ട് തരത്തിലും പറയാം. ഓക്കെ, ഇവിടെ ലേശം ഒരു ഈഗോ കോൺഫ്ലിക്റ്റ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ബോസുമായിട്ടോ, ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബോസുമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലുമായിട്ട്, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലിയിലായാലും നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളെക്കാട്ടിലും കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആരോടെങ്കിലും, വീട്ടിലെ ഫാമിലി മെമ്പർ ആരോടെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒരു ഫൈറ്റ് വന്നിട്ടുണ്ടാവാം, വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവാം. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. നിങ്ങൾക്കത് ചില വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ചിലപ്പോൾ കുറ്റപ്പെടുത്തി വല്ലതും പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടാവാം, അറിയില്ല. ഓക്കെ, എന്തോ ഇവിടെ ഒരു നിങ്ങളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവിടെ ഈഗോവിൻ്റെ ഒരു കാര്യം എനിക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കോംപ്രമൈസ് എന്ന്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈഗോ വന്നതാണോ അതോ നിങ്ങളെ ഡീൽ ചെയ്യുന്ന പേഴ്സണ് ലേശം ഈഗോ ഉള്ള പേഴ്സൺ ആയിരിക്കാം. രണ്ട് തരത്തിലും പറയാം. നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ആവാം, ഫ്രണ്ട്സോ ഫാമിലിയോ ആവാം. കാരണം ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യമാണ് നമ്മൾ പറയാറ്. ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ വന്നത്, ഈഗോ ക്ലാഷ് വന്നത്. അങ്ങനെ ആയിരിക്കാം. ജോലി സ്ഥലത്തായിരിക്കാം, ജോലി സ്ഥലത്ത് സീനിയറോ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലൈക്ക് നിങ്ങൾക്ക് ഒരു ഈഗോ തട്ടിയിട്ടുണ്ടാവാം. ഓക്കെ, നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുനോ നമ്മൾ പറയില്ലേ, ഇല്ലാത്തതായിരിക്കും പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ ഒരു ഈഗോ ഹേർട്ടായി കാണാം. നിങ്ങളുടെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആരുമായിട്ടാണോ പ്രശ്നമുള്ളത് അവർ ചിലപ്പോൾ ഒരു ഈഗോ വെച്ചിട്ട് നിങ്ങളടുത്ത് സംസാരിച്ചിട്ടുണ്ടാവാം. ഇവിടെ ഒരു മൈൻഡ് ബ്ലോക്കേജ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലേശം വിഷമമുള്ളതായിട്ടും ഐ തിങ്ക് ഈ സിറ്റുവേഷൻ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ബ്ലോക്കായി പോയി. ഓക്കെ, അത് നിങ്ങളെ വേദനിപ്പിച്ചപ്പോൾ, നിങ്ങളുടെ ഹാർട്ട് ഒരു വേദന നിങ്ങൾക്ക് തട്ടിയപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ഈ സിറ്റുവേഷൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊരു മൈൻഡ് ബ്ലോക്കേജിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈഗോ കൊണ്ടാണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയതായിരിക്കാം, അറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഈ മൈൻഡ് ബ്ലോക്ക്. എനിവേ ഇവിടെ ഒരു റീസ്റ്റാർട്ടാണ് കാണുന്നത്, ഒരു പുതിയ തുടക്കം എന്ന രീതിക്കാണ് കാണുന്നത്. റിസ്ക് എടുത്ത് നമ്മൾ വീണ്ടും നിങ്ങളായിരിക്കാം ചിലപ്പോൾ, അതാണ് ഞാൻ ഇവിടെ ഒരു കോംപ്രമൈസിന്റെ കാര്യം പറഞ്ഞത്. മേ ബി ഇവിടെ നിങ്ങളൊരു വിട്ടുവീഴ്ച ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. എനിക്ക് നിങ്ങൾ അങ്ങോട്ട് ചിലപ്പോൾ ഒരു റിസ്ക് എടുത്ത് അങ്ങോട്ട് പോയിട്ടൊരു സോറി പറയേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. ആക്ച്വലി ഇത് കാണുമ്പോൾ യെസ്, നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു ഓഫർ കൊടുക്കേണ്ടി വരും ചിലവരോട്. അതായത് ഒരു പീസ് ഓഫർ എന്ന് പറയാം. എന്ന് വെച്ചാൽ ആരോടെങ്കിലും നിങ്ങൾ സംസാരിച്ച് തർക്കമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കയറി ഒന്ന് ചിലപ്പോൾ സോറി പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ട് സംസാരിച്ച് മേ ബി നിങ്ങൾ സോൾവ് ചെയ്യേണ്ടി വരുമായിരിക്കാം. ഇവിടെ ഒരു കോംപ്രമൈസ് ഞാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ തോന്നി. നിങ്ങളാണ് ഹേർട്ട് ആയത്, യെസ്. പക്ഷേ നിങ്ങൾ ഈഗോ മാറ്റി വെച്ച്, നിങ്ങളുടെ ഈഗോ പോലും മാറ്റി വെച്ച് മേ ബി ചിലപ്പോൾ ഇവിടെ ഒന്ന് വിട്ടുകൊടുക്കേണ്ടി വരും ഈ സിറ്റുവേഷനിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അത് റിസോൾവ് ആവും, നിങ്ങൾ തമ്മിൽ ആക്ച്വലി ശരിയാവും, ബെറ്റർ ആവും. പക്ഷെ മേ ബി നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും ഒരു സ്റ്റെപ്പ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഫൈനാൻഷ്യൽ കാര്യം കാണുന്നുണ്ട്. സോ മേ ബി ഇത് ഓഫീസിന്റെ കാര്യത്തിലായിരിക്കാം, ഓഫീസ് കോവർക്കർ ആരെങ്കിലും ആയിരിക്കാം. ഒരു ബാലൻസ്, വീണ്ടും കണ്ടോ ബാലൻസ്, ഒരു കോംപ്രമൈസ് ഇവിടെ ആവശ്യമാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും സൈലന്റ് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് അവരും മിണ്ടാതെ ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങളൊന്ന് ലേശം വിട്ടു കൊടുക്കേണ്ടി വരും എന്നാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. സോറി, എപ്പോഴും ചെയ്തു കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഒരു തവണയ്ക്കൊക്കെ ആവാം, ഇടയ്ക്ക് ആവാം. പക്ഷെ ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു അപ്രോച്ച് ഉള്ള പോലെയാണ് എനിക്ക് തോന്നുന്നത്.
വേണ്ട പോലെയാണ് തോന്നുന്നത്. ഓക്കെ, സോൾവ് ആവും, പ്രശ്നങ്ങൾ സോൾവ് ആവും. ബട്ട് അതിന് നിങ്ങൾ മുൻകൈ എടുക്കേണ്ട ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. ബട്ട് അത് ഓക്കെ ആവും, കുഴപ്പമില്ല സിറ്റുവേഷൻ. ഓക്കെ, എന്തെങ്കിലും ഈഗോന്റെ ഒരു ക്ലാഷ് ആണെങ്കിൽ വിട്ടുകൊടുത്തേക്കാം. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സോറി പറഞ്ഞോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് താണു കൊടുത്തിട്ടോ ഒന്ന് വിട്ടുകൊടുക്കേണ്ട ഒരു ലക്ഷണം തോന്നുന്നുണ്ട്. ഓക്കെ, ഫ്രൈഡേ സെയിം തിങ് കണ്ടോ. Give a fresh ഇത് നിങ്ങൾക്കുള്ളതാവാൻ ചാൻസ് ഇല്ല, ബട്ട് വന്ന സ്ഥിതിക്ക് ഞാൻ എടുക്കുന്നു. ഓക്കെ, ഇവിടെ മെയിൻലി ഫ്രൈഡേ ഫൈനലൈസ് സംതിങ്, ജസ്റ്റ് ലെറ്റ് ഗോ എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ കാര്യം വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെന്തെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്സിലായാലും ശരി, വീട്ടിലായാലും ശരി, ഫാമിലി മെമ്പർ ആയാലും ശരി, ഫ്രണ്ട്സ് ആയാലും ശരി, കോവർക്കർ ആയാലും ശരി, എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും അവർ. പക്ഷെ എന്നാലും ഇവിടെ നിങ്ങളോട് പറയുന്നത് ജസ്റ്റ് ലെറ്റ് ഗോ, വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, ഇത് പിടിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, കാരണം അത് വലിയ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ അപ്പം നമുക്ക് റിയാക്ട് ചെയ്യാം, അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം തൽക്കാലം അത് വിട്ട് കളഞ്ഞേക്കുക. ഫൈനലൈസ് സംതിങ്, ഇതൊന്ന് ഫൈനലാക്കുക, അതിന് തീർത്ത് കളയാം, ഒന്ന് വിട്ട് കളഞ്ഞേക്കുക. ഈ ഒരു സിറ്റുവേഷനെ ബോദർ ചെയ്യാൻ ഇനി വിടണ്ട. ഓക്കെ, നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ എവിടെയോ നിങ്ങളോട് പറയുന്നത് യൂണിവേഴ്സ് തൽക്കാലം ഇതൊന്ന് താണു കൊടുത്തേക്കുക എന്ന രീതിക്കാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ആലോചിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി എല്ലാവരും പോയിട്ട് അങ്ങനെ താണു കൊടുക്കാൻ നിൽക്കുമൊന്നും വേണ്ട. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച്, സിറ്റുവേഷൻ അനുസരിച്ച് മാത്രം ചെയ്യാം. ഓക്കെ, നിങ്ങൾ തെറ്റില്ല, നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നിന്നോളൂ, വിരോധമൊന്നുമില്ല. ഓക്കെ, ഫ്രൈഡേ എന്ന് കാണുന്നുണ്ട്, 6 എന്ന് കാണുന്നുണ്ട്. മേ ബി ഈ വരുന്ന ഫ്രൈഡേ ആയിരിക്കാം, 6th ജൂലൈ. ഇനിയിപ്പോൾ ഫ്രൈഡേ ആണോ എനിക്കറിയില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു ഫ്രൈഡേ എന്ന് കാണുന്നുണ്ട്, 6 എന്ന ഡേറ്റ് കാണുന്നുണ്ട്. 6 ഡേയ്സിൽ ആയിരിക്കാം, 6 ദിവസത്തിലായിരിക്കാം, ഏതെങ്കിലും ഒരു ഫ്രൈഡേ എന്ന് പറയാം. ഓക്കെ, എന്തായാലും ഇതിപ്പോൾ അധികം നീണ്ട് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അക്വേറിയസ് ഗിവ് ഫ്രഷ് ഇംപെച്ചേഴ്സ് 11 weeks 11 months എന്നും പറയുന്നുണ്ട്. 11 നമ്പർ കാണുന്നുണ്ട് ഇവിടെ. മേ ബി 11 എന്ന ഡേറ്റും ആവാം. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് 11 weeks 11 months പോകുന്ന പോലെ. ഐ തിങ്ക് നിങ്ങളിത് വിട്ടു കൊടുത്തില്ലെങ്കിൽ ഇത് നീണ്ടുപോകുമെന്ന രീതിക്കായിരിക്കും. ഓക്കെ, എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി ഇവിടെ നിങ്ങൾ ഇപ്പത്താണ് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഇത് ഒരുപാട് നീണ്ടുപോകും ചിലപ്പോൾ എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, 11 weeks എന്ന് പറയുന്നുണ്ട്, 2-3 മാസത്തെ മേലെ. ഓക്കെ, മേ ബി ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളൊന്ന് താണു കൊടുത്തില്ലെങ്കിൽ ഇത് ചിലപ്പോൾ നീണ്ടുപോകും എന്നുമായിരിക്കാം. സോ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ യുക്തി പോലെ നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ എന്തായാലും മാക്സിമം 6 days എന്ന് കാണുന്നുണ്ട്. 6 days ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വരുന്ന ഫ്രൈഡേ എന്ന് പറയാം. ആയില്ലോ, എന്താണ് മൺഡേ, ട്യൂസ്ഡേ. ഓക്കെ, ഈ ഫ്രൈഡേ ആയിരിക്കാം. അല്ലെങ്കിൽ ഇനി മാക്സിമം 11 weeks പറയുന്നുണ്ട്. നിങ്ങൾ അതിനെ വലിച്ചു നീട്ടുകയാണെങ്കിൽ ചിലപ്പോൾ 11 weeks വരെ പോവാം എന്നും തോന്നുന്നുണ്ട്. ബട്ട് ഇവിടെ കോംപ്രമൈസ് നിങ്ങൾ ചെയ്താൽ ഐ തിങ്ക് ഇപ്പോഴേക്കും അതാണ് നല്ലത് എന്ന രീതിക്കാണ് എനിക്കൊരു അഡ്വൈസ് വരുന്നത്. ബട്ട് നിങ്ങൾ നോക്കി ചെയ്യുക സാഹചര്യം അനുസരിച്ച്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ ഐ തിങ്ക് ഇന്നത്തെ റീഡിങ് ഇത് മതി. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.